lied to me. I can't think of one reason big enough for him to lie that's small enough not to matter. സിനിമയുടെ അവസാനം കഥാനായകനെ തിരഞ്ഞെടുക്കാനായിട്ട് രണ്ട് ചോയ്സുകൾ അയാളുടെ മുന്നിലേക്ക് വരികയാണ്. ന്യായത്തിന്റെ തുലാസിലിട്ട് അളന്നു നോക്കുമ്പോൾ രണ്ടിനും അതിൻ്റെതായ ശരികളുണ്ട്. എന്നിട്ടും നായകൻ തിരഞ്ഞെടുത്ത ചോയ്സ് കാരണം നമ്മൾ പിന്നീട് നായകനെ വില്ലനായി കാണാൻ പോവുകയാണ്. ഈ സിനിമയുടെ സ്ട്രോങ്ങസ്റ്റ് ആസ്പെക്ട് എന്ന് പറയുന്നത് തന്നെ ഈ മോറൽ ആംബിഗ്വിറ്റിയാണ്. ബെൻ അഫ്ലക്കിന്റെ ആദ്യ ഡയറക്ഷണൽ ഡെബ്യൂട്ടിൽ 2007 ഇറങ്ങിയ ഒരു ക്രൈം ത്രില്ലർ സിനിമയാണ് ഗോൺ ബേബി ഗോൺ. അമേരിക്കയിലെ ബോസ്റ്റൺ എന്ന നെയ്ബർഹുഡാണ് സിനിമയുടെ കഥാപശ്ചാത്തലമായി വരുന്നത്. അവിടുത്തെ വർക്കിംഗ് ക്ലാസിന്റെ സെറ്റിംഗ്സ് മോണോലോഗിലൂടെ പറഞ്ഞുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത്. ഡ്രഗ്സ് ഉപയോഗവും മറ്റു ക്രൈമുകളും ഒക്കെയായി പേരുകേട്ട ബോസ്റ്റണിൽ 4 വയസ്സുള്ള അമാൻഡ എന്ന ചെറിയ പെൺകുട്ടിയെ കാണാതാവുകയാണ്. അമാൻഡയെ അന്വേഷിക്കുന്ന ഇൻവെസ്റ്റിഗേഷന്റെ കഥയാണ് സിനിമ പറയുന്നത്. അമാൻഡയെ വേഗം കണ്ടുകിട്ടാനായി അമാൻഡയുടെ വീട്ടുകാർ സഹായം തേടിയെത്തുന്ന 2 പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആണ് പാട്രിക്കും ആൻജിയും. പാട്രിക്കിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് സിനിമ ഫോളോ ചെയ്ത് മുന്നോട്ട് കഥ പറഞ്ഞു പോകുന്നത്. ഈ സിനിമയുടെ സംവിധായകനായ ബെൻ അഫ്ലക്കിന്റെ യങ്ങർ ബ്രദറായ കാസി അഫ്ലക്ക് ആണ് പ്രധാന കഥാപാത്രമായ പാട്രിക്കായി അഭിനയിക്കുന്നത്. You didn't do it. Fine. If it turns out you're lying, I'm gonna bribe cops to go after you, and I'm gonna tell everyone I know that you're a CI and a rat. And I know a lot of people. സിനിമയുടെ ഇടയിൽ വെച്ചിട്ട് അമാൻഡയ്ക്ക് എന്താണ് സംഭവിക്കാനുള്ള ഒരു തെറ്റിദ്ധാരണ നമുക്ക് മുന്നിലേക്ക് കാണിക്കുന്നുണ്ട്. അതിനുശേഷം ആ നാട്ടിൽ തന്നെ വേറൊരു കുട്ടീനെ കാണാതാവുകയാണ്. അങ്ങനെ ആ കുട്ടീനെ കണ്ടുപിടിക്കുന്നതിന്റെ അന്വേഷണവുമായാണ് സിനിമ പിന്നീട് മുന്നോട്ട് പോകുന്നത്. കാണാതായ 2 കുട്ടികളുടെ അന്വേഷണവും അങ്ങനെയാണ് തുടങ്ങുന്നതെങ്കിലും ഈ കേസ് സ്ലോലി ടേൺസ് ഇൻ വെബ് ഓഫ് ലൈസ്, ക്രൈം, മോറൽ ഡിലേമാസ് ആൻഡ് ഷോക്കിംഗ് ട്വിസ്റ്റ്. കാണുന്ന എല്ലാവരുടെയും ഒരു മോറൽ കോമ്പസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ആണ് സിനിമയിൽ അവസാനമായിട്ട് സംഭവിക്കുന്നത്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞാൽ സിനിമയിൽ വലിയ സ്പോയിലർ ആയി പോകും. അതുകൊണ്ട് അത് നിങ്ങൾ തന്നെ കണ്ട് സ്വയം വിലയിരുത്തുക. ഈ സിനിമയുടെ ബിഗസ്റ്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈ സിനിമയുടെ എൻഡിംഗ് തന്നെയാണെന്ന് നിസ്സംശയം പറയാം. ഇറ്റ് ഫോഴ്സസ് അസ് ടു തിങ്ക് ഡീപ്ലി അബൌട്ട് റൈറ്റ് വൈസ് റോങ്, ലോ വൈസ് കോൺഷ്യൻസ് ആൻഡ് വാട്ട് ജസ്റ്റിസ് റിയലി മീൻസ്. സിനിമയുടെ അവസാന ഫ്രെയിമിൽ അതിൽ കാണിക്കുന്ന കഥാപാത്രങ്ങളെ ആയിരിക്കില്ല നമ്മൾ കാണുക. പാട്രിക് എടുത്ത ആ ചോയ്സ് ആണ് നമ്മൾ ആ ഫ്രെയിമിൽ കാണുക. ആൻഡ് വി ഫീൽ ദ വെയിറ്റ് ഓഫ് ഇറ്റ് ആൻഡ് ഇറ്റ് ലിങ്കേഴ്സ് ലോങ് ആഫ്റ്റർ ദ മൂവി ഫേഡ്സ് ഔട്ട്. This movie shows that saving a child is not just about finding them. It's about deciding who pays the price afterward. I find the people who started in the cracks and then fell through. ക്രൈം ത്രില്ലറും കുറ്റാന്വേഷണവും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഈ സിനിമ കാണാൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ഈ സിനിമയെ പറ്റി എവിടെയെങ്കിലും ഒരു ഡിസ്കഷൻ വരുവാണെങ്കിൽ എല്ലാ മനുഷ്യരും ചർച്ച ചെയ്യുന്നത് പാട്രിക് അവസാനമെടുത്ത ചോയ്സ് ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്നാണ്. കാരണം വല്ലാത്തൊരു ശൂന്യതയാണ് ഈ സിനിമ അവസാനിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ അവശേഷിപ്പിച്ചിട്ട് പോകുന്നത്. തിരുത്താൻ കഴിയാത്ത തെറ്റുകൾ ആരും തന്നെ ചെയ്യാതിരിക്കട്ടെ. വല്ലാത്തൊരു പാപഭാരമാണ് അവയ്ക്കൊക്കെ. He told me what God said to his children. You are sheep among wolves. Be wise as serpents, yet innocent as doves.